ഓക്കെ, ഇഫ് എഫ് ഓഫ് ടു ഈസ് ഈക്വൽ ടു 4, അതേപോലെ എഫ് ഡാഷ് ഓഫ് ടു തന്നിട്ടുണ്ട്, അത് എത്ര 1 ആണ് തന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ഇൻറ്റു എഫ് ഓഫ് ടു മൈനസ് 2 ടൈംസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 എന്താണെന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ ചോദിച്ചേക്കുന്നത്? കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് നോക്കിയേ, ഡിഫറൻസിയേഷൻ, ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഡി വൈ ബൈ ഡി എക്സ്. അതായത് കണ്ടോ, ഈ ഫംഗ്ഷന്റെ എക്സ് കണ്ടോ, ഇവിടം വരെ എക്സ് ചേഞ്ച് ആയപ്പോൾ കണ്ടോ ഡി എക്സ് ചേഞ്ച് ഉണ്ടായി. എന്തുണ്ടായി? ഡി എക്സ് ചേഞ്ച് ഉണ്ടായി. എക്സ് അപ്പൊ ചേഞ്ച് ആയപ്പോൾ ആർക്കും ചേഞ്ച് ഉണ്ടായി? വൈക്കും ചേഞ്ച് ഉണ്ടായി. കണ്ടോ, വൈക്കും എന്തുണ്ടായി? ചേഞ്ച് ഉണ്ടായി. സോ ഡി വൈ ബൈ ഡി എക്സിനെ നമ്മൾ എന്ത് വിളിച്ചത്? ഡെറിവേറ്റീവ് എന്ന് വിളിച്ചത്. അതായത് ഈ പോയിന്റ് എ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതെന്താ? എഫ് ഓഫ് എ ആയിരിക്കും. ഇത് എയുടെ തൊട്ട് അടുത്തുള്ള ഒരു പോയിന്റാ. ഇതെന്താ? എയുടെ തൊട്ട് അടുത്തുള്ള ഒരു പോയിന്റാ. അല്ലെങ്കിൽ നമുക്ക് വിളിക്കാം എക്സ് എന്ന് വിളിക്കാം. സിംപ്ലി എന്ത് വിളിക്കാം? ആ പോയിന്റ് എനിക്ക് അറിയത്തില്ല, ഞാൻ എന്ത് വിളിക്കാം? എക്സ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഇതെന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ആയിരിക്കും. സോ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ വൈ ആക്സിസ് ബൈ ചേഞ്ച് ഇൻ എക്സ് ആക്സിസ് അല്ലയോ? ചേഞ്ച് ഇൻ വൈ ആക്സിസ് ബൈ ചേഞ്ച് ഇൻ എക്സ് ആക്സിസ്. ചേഞ്ച് ഇൻ വൈ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കുഞ്ഞ് ചേഞ്ച് അല്ലയോ? ഈ കുഞ്ഞ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സിൽ നിന്നും എഫ് ഓഫ് എ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. എഫ് ഓഫ് എക്സിൽ നിന്നും എഫ് ഓഫ് എ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. സോ എഫ് ഓഫ് എക്സിൽ നിന്നും എഫ് ഓഫ് എ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. ചേഞ്ച് ഇൻ വൈ കിട്ടി. ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സിലുള്ള ചേഞ്ച് എന്താ? എക്സ് മൈനസ് എ. കണ്ടോ, എക്സിലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ ഡി എക്സ് എന്ന് പറഞ്ഞതാ. എക്സിൽ നിന്നും എന്ത് ചെയ്തു? എ കുറഞ്ഞു. അപ്പൊ ഈ കുഞ്ഞ് പോർഷൻ കിട്ടത്തില്ലേ? സോ നമുക്ക് എന്ത് വിളിക്കാം? എക്സ് മൈനസ് എ എന്ന് വിളിക്കാം. ഇനി എനിക്കറിയാം ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റ്, ഈ ചേഞ്ച് എല്ലാം എന്താ? വളരെ ചെറിയ ചേഞ്ചാ. എയും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര? വളരെ കുഞ്ഞായിരിക്കും. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ എയുടെ എന്തായിരിക്കും? അടുത്തുള്ള ആളായിരിക്കും. എക്സ് എന്ന് പറഞ്ഞാൽ എയുടെ തൊട്ട് അടുത്തുള്ള ആളായിരിക്കും. നമ്മൾ പറയും എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എന്തെന്ന് വിളിക്കും? എ എന്ന് വിളിക്കും. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? എയുടെ തൊട്ടടുത്തുള്ള ആളാ. നമുക്കറിയാം ഈ ഡി എക്സ് ഡി വൈ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? വളരെ കുഞ്ഞു ചേഞ്ചുകളാണ്. കുഞ്ഞു ചേഞ്ച് എന്ന് പറഞ്ഞാൽ എയുടെ തൊട്ടടുത്തായിരിക്കും ആര്? എക്സ്. ഈ പടത്തിൽ വരയ്ക്കാൻ വെച്ചിട്ട് നീട്ടി വരച്ചെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ എന്താ? എയുടെ തൊട്ടടുത്തുള്ള പോയിന്റ് ആണ് എന്തോന്ന്? എക്സ് എന്ന് പറയുന്ന പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു. ഓക്കെ, സോ ഡി എക്സ് എന്താ? വളരെ കുഞ്ഞ. ഡി വൈ എന്താ? വളരെ കുഞ്ഞ. സോ എക്സ് ടെൻസ് ടു എന്തെന്ന് വിളിക്കാം? നമുക്ക് എ എന്ന് വിളിക്കാം. അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കുക എക്സ് എന്താണ്? എയുടെ അടുത്തുള്ള ആളാണെന്ന് പറഞ്ഞു കൊടുക്കുക. സോ ഞാൻ കൺസിഡർ ചെയ്ത തൊട്ടടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് എയുടെ തൊട്ടടുത്തുള്ള പോയിന്റാ. കണ്ടോ, എക്സ് ടെൻസ് ടു എന്താ? എ. എക്സ് എന്ന് പറയുന്നത് എയുടെ തൊട്ട് അടുത്തുള്ള ആളാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഡെറിവേറ്റീവിന് വിളിക്കുന്നത്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ്, എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ. കണ്ടോ, അന്നേരം മനസ്സിലാക്കുന്നത് അത് എന്താണ്? അത് നമ്മുടെ ഡെറിവേറ്റീവ് ആണ്. ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഓക്കെ ആണോ? ഓക്കെ, സോ ഈ ഐഡിയ മനസ്സിലാക്കി വെക്കുക. ഇതിന് താണ്ട് ഇങ്ങനെയും എഴുതാറുണ്ട് ചിലപ്പോൾ. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇങ്ങനെയും എഴുതാറുണ്ട്. ഇവിടെ എക്സ് ടെൻസ് ടു എ എന്നുള്ള കണ്ടീഷൻ കൊടുക്കും. ഇവിടെ എന്തോ കൊടുക്കും? എച്ച് ടെൻസ് ടു 0 എന്നുള്ള കണ്ടീഷൻ കൊടുക്കും. എക്സ് എന്ന് പറയുന്നത് ഏതോ ഒരു പോയിന്റ്. എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന്റെ തൊട്ട് അടുത്തുള്ള ഒരു പോയിന്റ്. എന്നിട്ട് എച്ച് ടെൻസ് ടു 0 എന്നുള്ള ലിമിറ്റും കൊടുക്കും. ഇങ്ങനെയും എഴുതാം. രണ്ടും ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. സോ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ അപ്പം എച്ച് വെച്ചിട്ടാണ് എഴുതുന്നെങ്കിൽ ഇങ്ങനെ നമ്മൾ ഫോർമുല എഴുതും. ജസ്റ്റ് ആ പോയിന്റ് വെച്ചിട്ട് ആ ഫോർമുല എഴുതുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ എഴുതും. ഓക്കെ ആണോ? ഓക്കെ, സോ അതൊന്നും ഓർത്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഇവിടെ തന്നേക്കുന്നത് എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ഇൻറ്റു എഫ് ഓഫ് 2 മൈനസ് 2 ടൈംസ് എഫ് ഓഫ് എക്സ് ദ ഹോൾ ഡിവൈഡ് ബൈ എന്താ തന്നിരിക്കുന്നത്? എക്സ് മൈനസ് 2 തന്നിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ തന്നിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം? എക്സിന് ഡയറക്റ്റ് 2 കൊടുക്കാൻ പറ്റുമോ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 2 - 2 ആയി പോവും, ക്യാൻസൽ ആയി പോവും, ആകെ കുളമാവും. സോ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ എക്സ് മൈനസ് 2 കട്ടായി പോകണം. അപ്പോൾ എക്സ് മൈനസ് 2 കട്ടായി പോകണമെങ്കിൽ മുകളിൽ എന്ത് ചെയ്യണം? ഒരു എക്സ് മൈനസ് 2 എന്ന് പറയുന്ന ഒരു ടേം വരണം. നമുക്ക് എങ്ങനെ വരുത്താൻ പറ്റും? ഇതാ നോക്കിയേ, ഞാനിവിടെ നമുക്ക് ഈ തന്നേക്കുന്ന ഫംഗ്ഷൻ ഇതായിരുന്നു. ഈ തന്നേക്കുന്ന ഫംഗ്ഷനകത്ത് ഞാനൊരു എക്സിൻ്റെ എഫ് ഓഫ് 2 ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഒരു
2f(2) ഞാൻ എന്ത് ചെയ്യാൻ പോവാ, മൈനസ് ചെയ്യാൻ പോവാ. 2 × f(2) ഞാൻ എന്ത് ചെയ്യാൻ പോവാ, മൈനസ് ചെയ്യാൻ പോവാ. ഇനി എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, f(2) കോമൺ എടുക്കുക. f(2) കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ x ഉണ്ടായിരുന്നു, ഇവിടെ -2 ഉണ്ടായിരുന്നു. സോ ആ x - 2 എന്ന് പറയുന്ന ടേം അവിടെ മുകളിൽ കിട്ടും. പക്ഷേ എനിക്കറിയാം മൈനസ് ചെയ്താൽ മാത്രം പോരാ, ഞാൻ എന്ത് ചെയ്യണം, ആഡ് ചെയ്യുകയും വേണം. സോ -2f(2) പ്ലസ് 2f(2) കുറച്ചാൽ മാത്രം പോരാ, കൂട്ടാൻ വേണം, അല്ലെങ്കിൽ വാല്യൂ എന്ത് ചെയ്യും, വ്യത്യാസപ്പെട്ടു. സോ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാ, വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 2. f(2) ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഇവിടുന്ന് എന്ത് ചെയ്യാൻ പോവാ, കോമൺ എടുക്കാൻ പോവാ. സോ f(2) കോമൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, f(2) കോമൺ എടുത്തു. ഇവിടുന്ന് f(2) വന്നു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ x ഉണ്ട്. ഇവിടുന്ന് f(2) വന്നു കഴിഞ്ഞാൽ ഒരു -2 ബാക്കി ഉണ്ടായിരുന്നു. ഓക്കെ. ഇനി ബാക്കി ആരുണ്ട്, ബാക്കി എന്ന് പറയുമ്പോൾ -2f(x) ഉണ്ട്, -2f(x) ഉണ്ട്, ഒരു +2f(2) ഉണ്ട്. ഓക്കെ, ഞാൻ അതിൽ നിന്ന് ഒരു 2നെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഇങ്ങ് കോമൺ എടുക്കാൻ പോവാം. -2നെയും കോമൺ എടുക്കാൻ പോവാം. സോ -2 ഇൻറ്റു -2നെ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തോ ഉണ്ട്, -2 ഇങ്ങ് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഉണ്ടായിരുന്നു, ഒരു f(x) ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എന്തോ ഉണ്ട്, f(x) -2 ആ കോമൺ വന്നല്ലേ. സോ -f(2) ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ. ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്തുകൊണ്ട് ഇവിടെ ഇനി x - 2 ഉണ്ട്. ഹോൾ ഡിവൈഡ് ബൈ x - 2 ഉണ്ട്. ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. എനിക്കറിയാം ലിമിറ്റിനെ എനിക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. സോ x - 2നെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x - 2 ഇവിടെ എന്ത് ചെയ്യും, കട്ടായി പോകും. സോ ഫസ്റ്റ് ടൈം എന്ത് കിട്ടും, ലിമിറ്റ് x ടെൻസ് ടു 2 f(2) ഇൻറ്റു, ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ സ്റ്റെപ്പ് ആയിട്ട് എഴുതി കാണിച്ചു തരാം, x - 2 ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്തുകൊണ്ട് x - 2. ഇനി അടുത്ത ടേം എന്താ, മൈനസ് ലിമിറ്റ് x ടെൻസ് ടു 2. ഈ x - 2നെ ആർക്ക് കൊടുത്തു, ഇവന് കൊടുത്തു. ലിമിറ്റ് അങ്ങോട്ട് അപ്ലൈ ചെയ്തു. എന്ത് കിട്ടും, 2 ഇൻറ്റു f(x) മൈനസ് f(2) ദ ഹോൾ ഡിവൈഡഡ് ബൈ x - 2. ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ. സോ x - 2നെ ആദ്യമേ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു, ലിമിറ്റും എന്ത് ചെയ്തു, രണ്ട് ടേംസിനായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഈ ടേമിനും x - 2 സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു, ലിമിറ്റും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. സോ ആൻസർ എന്ത് വരും, വിച്ച് ഈസ് ഈക്വൽ ടു, ഇതാ നോക്കിയേ, x - 2 ഇവിടെ എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോകും. സോ f(2) നമുക്ക് ആൾറെഡി ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. f(2) എത്ര നമുക്ക് ക്വസ്റ്റിന് തന്നേക്കുന്നത്, f(2) എന്ന് പറഞ്ഞാൽ 4 ആണ് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് എന്ത് കിട്ടും, ഇത് 4 എന്ന് കിട്ടും. 4 കാരണം ലിമിറ്റ് അപ്ലൈ ചെയ്യാനൊന്നുമില്ല, എക്സിൻ്റെ ടേംസ് ഒന്നുമില്ല ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ. സോ f(2) സിംപ്ലി f(2) എന്താണെന്ന് 4 ആണെന്ന് നമുക്കറിയാം. സോ മൈനസ്, ഇനി ഇതാ നോക്കിയാൽ 2 കോൺസ്റ്റൻ്റ്, 2നെ ഇങ്ങ് വെളിയിൽ എഴുതി. ഈ അകത്ത് കിടക്കുന്ന സാധനം എന്താ, ലിമിറ്റ് x ടെൻസ് ടു 2 f(x) മൈനസ് f(2) ദ ഹോൾ ഡിവൈഡഡ് ബൈ x - 2. ഈ സാധനം എന്താടാ, നമ്മൾ ഇപ്പം കണ്ടതേ ഉള്ളൂ. ഈ സാധനം എന്ന് പറയുന്നത് f'(2) ഇതെന്താ, f'(2) കണ്ടോ, ലിമിറ്റ് x ടെൻസ് ടു 2 f(x) മൈനസ് f(2) ഡിവൈഡഡ് ബൈ x - 2. നമ്മൾ തൊട്ട് മുന്നേ കണ്ടതല്ലയോ, ലിമിറ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് x ടെൻസ് ടു a f(x) മൈനസ് f(a) ഡിവൈഡ് ബൈ x - a. ഇവിടെ a എന്ന് പറയുന്ന പോയിന്റ് എന്താ, 2i. എന്തായി, 2i. അപ്പം നമുക്ക് 2 എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് കിട്ടും, ഡെറിവേറ്റീവ് കിട്ടും, അല്ലെങ്കിൽ f'(2) കിട്ടും. ഓക്കെ. സോ ഈ സാധനം എന്താ, f'(2) ആ. സോ ആൻസർ എന്ത് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 4 മൈനസ് 2 ഇൻറ്റു, ആ ക്വസ്റ്റിനെ തന്നിട്ടുണ്ടായിരുന്നു എന്തുവാ, f'(2) എന്താന്ന് തന്നിട്ടുണ്ട്, 1 ആണെന്ന് തന്നിട്ടുണ്ട്. സോ f'(2)ന് പകരം നമുക്ക് എന്ത് ചെയ്യാം, 1 എന്ന് വിളിക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു 4 മൈനസ് 2. ആൻസർ എന്ത് കിട്ടും, 2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം ഐഡിയ നമ്മൾ ഓർത്തിരിക്കേണ്ട ഐഡിയ എന്താ, ഇതാ നോക്കിയേ, ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കണം. കണ്ടോ, ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ് f'(a) ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. f'(a) ആണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. കണ്ടോ, ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അറ്റ് പോയിന്റ് എ, ലിമിറ്റ് x ടെൻസ് ടു a f(x) മൈനസ് f(a) ഡിവൈഡഡ് ബൈ x - a. ഓക്കെ, ഇനി h വെച്ചിട്ട് ലിമിറ്റ് എഴുതുവാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, ഇങ്ങനെ എഴുതും. ഓക്കെ, h വെച്ചിട്ട് ലിമിറ്റ് എഴുതുകയാണെങ്കിൽ a എന്ന് പറയുന്ന പോയിന്റിലെ ആണെങ്കിലോ
അതെ ഈ സാധനത്തിലാണ് ഇങ്ങനെ എഴുതുക. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ തിയറി ക്ലാസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ NCERT വളരെ തറവായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. സാർ നോക്കിയേ, ലിമിറ്റ് h ടെൻസ് ടു 0 ഒരു സ്പെസിഫിക് പോയിന്റിലാണ് കണ്ടുപിടിക്കണമെങ്കിൽ എക്സിന് പകരം എന്ത് ചെയ്താൽ മതി, ആ പോയിന്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ 2ന്റെ കണ്ടുപിടിക്കണമെങ്കിൽ 2 ഇട്ട് കൊടുക്കുക. എ എന്ന് പറയുന്ന ഒരു ജനറൽ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആ എക്സിന് പകരം എ എന്ന് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഒരു പോയിന്റിൽ എ എന്ന് പറയുന്ന പോയിന്റിലാണെങ്കിൽ എക്സിന് പകരം എന്ത് കൊടുക്കും, എ എന്ന് പറയുന്ന പോയിന്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ, സോ നോക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ.